ദൈവം ആദ്യം ജന്മം കൊടുത്തത് ഒരു ആണിനാണെന്നാണ് പറയുന്നത്. തൻ്റെ രൂപത്തിൽ ഒരു മോഡൽ എങ്ങനെ ഉണ്ടാവും നോക്കാനായിട്ട് അദ്ദേഹം ഒരു ആണിന് ജന്മം കൊടുത്തു. അദ്ദേഹം ഭയങ്കര ഹാപ്പിയായി. പിന്നെ അദ്ദേഹത്തിന് തോന്നി ഒരു കൂട്ടായിട്ട് ഒരു പെണ്ണിനെ ഉണ്ടാക്കാം. അങ്ങനെ ഭഗവാൻ മനസ്സിൽ ക്രിയേറ്റീവായിട്ട് ഭാവന ചെയ്ത് ഒരു ലോകത്തിലെ ഏറ്റവും മനോഹരമായൊരു സൃഷ്ടിക്ക് ജന്മം കൊടുത്തു. സ്ത്രീ ജന്മം കൊടുത്തു കഴിഞ്ഞിട്ട് ദൈവം മാറി നിന്ന് നോക്കി. ദൈവത്തിന് തന്നെ അസൂയ തോന്നി. കാരണം മുടി മുതൽ നഖം വരെ സൗന്ദര്യം മാത്രം. എന്താ പറയുക, കാർക്കൂന്തൽ, ചുരുണ്ട മുടി, നല്ല നെറ്റി, മനോഹരമായ കണ്ണുകൾ, മൂക്ക്, ചുണ്ടുകൾ, കവിളുകൾ, കഴുത്ത്, മനോഹരമായ മാരടങ്ങൾ, ആതില പോലത്തെ വയറ്, പൊക്കിൾ, ആർക്കും ഭ്രമം തോന്നുന്ന കാലുകൾ, പാദങ്ങൾ, അങ്ങനെ അങ്ങനെ ഇത് എന്തൊരു സൗന്ദര്യമാണെന്ന് നോക്കി ദൈവം തന്നെ കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ ദൈവത്തിന് തോന്നി ഇത് അപകടമാവുമല്ലോ. കാരണം ഇത്രയും സൗന്ദര്യമുള്ള ഒരു ഇണയെ കിട്ടിയാൽ പുരുഷൻ പിന്നെ ഒരു പണിക്കും പോകാതെ അവൻ ഈ സൗന്ദര്യം നോക്കി ഇങ്ങനെ ഇരിക്കും. എപ്പോഴും അവളെ ചുറ്റിപ്പറ്റി നിൽക്കും. അവളുടെ പ്രണയത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കും. എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ദൈവം നല്ല ബുദ്ധി തോന്നി. ഭഗവാൻ ആ മനോഹരമായ സൃഷ്ടിയിൽ ഒരു നാക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തു. അത്രയും മനോഹരമായ സൃഷ്ടിയിൽ നിന്നും വരുന്ന വചനങ്ങൾ കേട്ടാൽ പുരുഷൻ വാലും പൊക്കിക്കൊണ്ടോടി പണിക്ക് പോകും. വൈകുന്നേരം രാത്രി നമ്മുടെ വീട്ടിലേക്ക് വരുള്ളൂ. അതാണ് ദൈവത്തിന്റെ ബുദ്ധി എന്ന് പറയുന്നത്. ഗുഡ് ലക്ക്. ദൈവം ആദ്യം ജന്മം കൊടുത്തത് ഒരു ആണിനാണെന്നാണ് പറയുന്നത്. തൻ്റെ രൂപത്തിൽ ഒരു മോഡൽ എങ്ങനെ ഉണ്ടാവും നോക്കാനായിട്ട് അദ്ദേഹം ഒരു ആണിന് ജന്മം കൊടുത്തു. അദ്ദേഹം ഭയങ്കര ഹാപ്പിയായി. പിന്നെ അദ്ദേഹത്തിന് തോന്നി ഒരു കൂട്ടായിട്ട് ഒരു പെണ്ണിനെ ഉണ്ടാക്കാം. അങ്ങനെ ഭഗവാൻ മനസ്സിൽ ക്രിയേറ്റീവായിട്ട് ഭാവന ചെയ്ത് ഒരു ലോകത്തിലെ ഏറ്റവും മനോഹരമായൊരു സൃഷ്ടിക്ക് ജന്മം കൊടുത്തു. സ്ത്രീ ജന്മം കൊടുത്തു കഴിഞ്ഞിട്ട് ദൈവം മാറി നിന്ന് നോക്കി. ദൈവത്തിന് തന്നെ അസൂയ തോന്നി. കാരണം മുടി മുതൽ നഖം വരെ സൗന്ദര്യം മാത്രം. എന്താ പറയുക, കാർക്കൂന്തൽ, ചുരുണ്ട മുടി, നല്ല നെറ്റി, മനോഹരമായ കണ്ണുകൾ, മൂക്ക്, ചുണ്ടുകൾ, കവിളുകൾ, കഴുത്ത്, മനോഹരമായ മാരടങ്ങൾ, ആതില പോലത്തെ വയറ്, പൊക്കിൾ, ആർക്കും ഭ്രമം തോന്നുന്ന കാലുകൾ, പാദങ്ങൾ, അങ്ങനെ അങ്ങനെ ഇത് എന്തൊരു സൗന്ദര്യമാണെന്ന് നോക്കി ദൈവം തന്നെ കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ ദൈവത്തിന് തോന്നി ഇത് അപകടമാവുമല്ലോ. കാരണം ഇത്രയും സൗന്ദര്യമുള്ള